കണ്ണൂരിൽ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ സംസാരിക്കുന്നു. തത്സമയം. There is the opposition party, UDF. Now they are asking for the power. They are doing yatras. Till now where you are? पिछले 10 साल में UDF ने क्या किया? कुछ नहीं किया. इसलिए this is the time for changing. हम विश्वास देंगे, ये लोगों के इधर खड़े हैं ना, हम विश्वास देंगे, हम विकसित केरल बनाएंगे, हम सुरक्षित केरल बनाएंगे, हम सब जाति को, सब धर्म को विश्वास में लेंगे और भारत का विकास को बनाएंगे, क्योंकि प्रधानमंत्री का एक भी रुपया को आप खर्च नहीं किया, ठीक से यूटिलाइज नहीं किया. प्रधानमंत्री जी पैसा दे रहे हैं, उसको अलग नाम बोल रहे हैं, खर्चा नहीं कर रहे, दूसरे को डाइवर्ट कर रहे. प्रधानमंत्री जी का इच्छा है देश एक साथ डेवलप होना, विकास होना. 2047 में भारत विकसित भारत बनाना. विकसित भारत बनाने के लिए केरलम भी विकसित होना. केरलम also should develop together with the country. देश को छोड़ के केरलम नहीं है, केरलम हमारे देश के साथ है. इसीलिए केरलम को विकसित करने के लिए हम आए हैं. राजीव चंद्रशेखर जी का नेतृत्व में, हम सब नेतागण का नेतृत्व में, जाति से ऊपर उठ के, धर्म से ऊपर उठ के केरलम को हम जिताएंगे. भारतीय जनता पार्टी को, एनडीए को हम जिताएंगे. केरल का विकसित करेंगे, केरल को सुरक्षित राज्य करेंगे. ये हमारा वादा है. इधर कौन कौन बैठे हैं हमारा बंधु, धर्मवरम कॉन्स्टिट्यूशन में कौन कौन आए हैं, उसको हम विश्वास देते हैं जरूर एक क्षेत्र को और पूरा कन्नौर जिला को और केरलम को हम विकसित करेंगे. ये हमारा वादा है. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് പറയാൻ ഉള്ളത്, ഈ യോഗത്തിലെല്ലാം പോകുമ്പോൾ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ധർമ്മടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മറ്റ് സ്ഥലത്തിൽ നിന്നും വികസനം നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി 10 കൊല്ലമായ ഒരു MLA, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഞാൻ ഇന്ന് കണ്ടതും കേട്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, സന്തോഷമല്ല. സങ്കടത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഒരു MLA അല്ല, 95 MLA-മാരാണ് ഈ അസംബ്ലിയിൽ ഇരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ഇതെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം നടന്നു കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ മുമ്പ് വിവാദങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ മുമ്പോട്ട് വയ്ക്കാൻ ഈ രണ്ട് പാർട്ടിയും, കോൺഗ്രസും CPM-ഉം കഴിയുന്നു. ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധർമ്മടം MLA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇന്ന് 3000 പേരെ ഞങ്ങളെല്ലാവരും കണ്ടു, ഈ അദാലത്തിൽ വന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? പട്ടയം, വീട്, കുടിവെള്ളം, തൊഴിൽ. ഇതാണോ ദാരിദ്ര്യമുക്ത സംസ്ഥാനം? എത്ര പേരാണ് വീട് ചോദിക്കുന്നത്? എത്ര പേര് വീടുണ്ട്, അതിൻ്റെ വീടിൻ്റെ റൂഫില്ല, വീടിൻ്റെ കുടിവെള്ളമില്ല.
വീടിന് മുമ്പിൽ റോഡില്ല, വീടുണ്ടെങ്കിൽ തെരുവുനായ ശല്യം പേടിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. മാലിന്യം പരിഹരിക്കാനോ മാലിന്യത്തിൻ്റെ ഒരു സിസ്റ്റമില്ല, ഡ്രെയിനേജ് ഇല്ല. 10 കൊല്ലം ഭരിച്ചു. ഞാൻ എൻ്റെ ഇനോഗ്രൽ സ്പീച്ചിൽ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ നന്നാക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്, വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. ആ കോൺസ്റ്റിറ്റ്യുവൻസിയും നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയം. അതിനുവേണ്ടി 24 മണിക്കൂർ 365 ദിവസം അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാർ. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം. സാധാരണക്കാരൻ്റെ ഒരു സാധാരണ പ്രശ്നങ്ങൾ, ആരോഗ്യം, ഭക്ഷണം, വിദ്യാഭ്യാസം, ഇതെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ 140 MLA-മാരാണ് ഈ സംസ്ഥാനത്തിൽ. ഏറ്റവും വലിയ MLA ആണ് ഇവിടെ, മുഖ്യമന്ത്രിയായ MLA. 10 കൊല്ലം ഭരിച്ചു, വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി. പക്ഷെ ഇന്നും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഇലക്ഷന്റെ 30 ദിവസം മുമ്പേ എന്താണ് ചർച്ച? MLA പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇറാന്, ഗാസ, ഇതെല്ലാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കടമയല്ലേ? അത് ഒരു MLA ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി അല്ലേ? ഗാസ, ഇറാൻ, സിറിയ അതെല്ലാം പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങൾ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. 3000 ചില്ലറ പരാതികൾ. കണ്ണൂരിലെ ധർമ്മടത്തെ ജനകീയ അദാലത്തിന് ശേഷം കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയും അതിനുശേഷം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.